നമ്മുടെ കേരളം 2016 നിന്ന് 21 എത്തിയപ്പോൾ 21 കേരളത്തിൻ്റെ സമീപകാല ചരിത്രം തിരുത്തി എഴുതുന്ന നിലയാണ് സംസ്ഥാനം സ്വീകരിച്ചത്. കാരണം അതേവരെ ഉണ്ടായിരുന്ന അവസ്ഥ, ഒരു മുന്നണി അധികാരത്തിലുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ആ മുന്നണി താഴെ പോവുകയും മറുമുന്നണി അധികാരത്തിൽ വരികയുമായിരുന്നു. എന്നാൽ 2021 ജനങ്ങൾ തീരുമാനിച്ചു, 2021 വരെ 5 വർഷം അധികാരത്തിലിരുന്ന LDF തന്നെ തുടർന്ന് ഭരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ആ തുടർഭരണം LDFൻ്റെ കൈകളിലെത്തി. ഇവിടെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, LDFന് തുടർഭരണം സമ്മാനിച്ചതിലൂടെ കേരളത്തിന് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടമാണോ ഉണ്ടായത്? കേരളം ഏതെങ്കിലും തരത്തിൽ പുറകോട്ട് പോവുകയാണോ ഉണ്ടായത്? അല്ല, പുരോഗതി ആർജിക്കുകയാണോ ഉണ്ടായത്? ആ കാര്യം പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. എല്ലാ മേഖലകളിലും കേരളം വലിയ തോതിൽ പുരോഗതി നേടിയിരിക്കുന്നുവെന്ന്. ഇപ്പോൾ കേരളം എന്ന സംസ്ഥാനത്താണ് വിഴിഞ്ഞം പോർട്ട് നിൽക്കുന്നത്. ആ വിഴിഞ്ഞം പോർട്ട് ഇന്നത്തെ നിലയിൽ യാഥാർത്ഥ്യമായത് LDF സർക്കാർ അധികാരത്തിലുണ്ടായതുകൊണ്ടാണ്. 5600 കോടി രൂപയോളം സംസ്ഥാനം അതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ നിഷേധ പ്രവർത്തനങ്ങൾ ഉയർന്നു വന്നു. ഒരു ഘട്ടത്തിൽ പദ്ധതി തടസ്സപ്പെടുത്താനുള്ള നീക്കങ്ങളുണ്ടായി. അതിനെയെല്ലാം ഫലപ്രദമായി അതിജീവിക്കാനായി. അതെല്ലാം കഴിഞ്ഞത് LDF സർക്കാർ അധികാരത്തിൽ ഉണ്ടായതുകൊണ്ടാണ്. ഇവിടെ 2045 പൂർത്തീകരിക്കേണ്ട തുടർഘട്ടങ്ങൾ 17 വർഷം മുൻപ്, അതായത് 2028 ആകെ പൂർത്തിയാക്കാനുള്ള നടപടികളുമായിട്ടാണ് വിഴിഞ്ഞം പോർട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. 2020 ഈ പറയുന്ന പ്രവർത്തനങ്ങൾ, ഓപ്പറേഷൻ പ്രവർത്തനങ്ങൾ 2024 ആരംഭിക്കുന്നത്. ഇപ്പോൾ ലോകത്തെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന പോർട്ടുകളിലൊന്നായി വിഴിഞ്ഞം പോർട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അത് കേരളത്തിൻ്റെ പോർട്ട് എന്ന രീതിയിലല്ല അറിയപ്പെടുക, നമ്മുടെ രാജ്യത്തിൻ്റെ പോർട്ടാണത്. ലോകത്തിലെ അപൂർവം മദർ പോർട്ടുകളിൽ ഒന്നായാണ് വിഴിഞ്ഞം മാറിയിട്ടുള്ളത്. ഇതുപോലെ പദ്ധതികൾ പൂർത്തിയാക്കുന്നതിന് വലിയ തോതിലുള്ള ഇടപെടലാണ് LDF സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായത്. നമുക്കറിയാം, ഗെയിൽ പൈപ്പ് ലൈൻ ഇവിടെ യാഥാർത്ഥ്യമാകില്ല എന്നായിരുന്നു കണക്കാക്കിയത്. പക്ഷേ LDF സർക്കാർ 2016 അധികാരത്തിൽ വന്നപ്പോൾ ഇവിടെ നടക്കില്ല എന്ന് കണ്ട് നാട് വിട്ടുപോയ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യയെ തിരിച്ചു വിളിച്ചു കൊണ്ടുവന്നു. ഇപ്പോഴല്ല, നേരത്തെ തന്നെ ആ ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തിയായി. വാതകം അതിലൂടെ പ്രവഹിക്കുന്നു. നമ്മുടെ ഫാക്ടറികളിലും പാചകവാതകമായി അടുക്കളകളിലും ആ ഗ്യാസ് എത്തുന്നു. മാറ്റം നാട്ടിൽ ദൃശ്യമായിരിക്കുന്നു. ഇതുപോലെ നടക്കില്ല എന്ന് കരുതിയ ഒട്ടേറെ കാര്യങ്ങൾ, നാഷണൽ ഹൈവേയുടെ കാര്യം
എല്ലാവരുടെയും മനസ്സിൽ ഉള്ളതാണ്. നമ്മുടെ വൈദ്യുതി പ്രസരണ രംഗത്ത് വലിയ തോതിലുള്ള മാറ്റമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. കേരളം സമ്പൂർണ്ണ വൈദ്യുതീകരണം നേടിയ സംസ്ഥാനമാണ്. ഇവിടെ കാർഷിക രംഗത്ത് വലിയ കുതിച്ചുചാട്ടം നേടാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. നെൽകൃഷി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ വിസ്തൃതി വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല ഉൽപാദനക്ഷമത നല്ലതുപോലെ വർദ്ധിപ്പിക്കാനും കഴിഞ്ഞിരിക്കുന്നു. വ്യാവസായിക രംഗത്തിന് വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ എങ്ങനെയാണ് സാധിച്ചത്? അതിന് തുടർഭരണം വലിയ ഘടകമായിട്ടുണ്ട് എന്ന് നാം കാണണം.